എല്ലാവരും ചോദിക്കുന്നത് ലവ് മാരേജ് ആണെന്ന് എല്ലാവരും ചോദിക്കുന്നത്. എൻ്റെ ഉമ്മനോട് പറഞ്ഞു എനിക്കിങ്ങനെ പോയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഉമ്മടുത്ത് പൈസ ഇല്ലുമ്പോൾ അമ്മൻ്റെ വള ഉരി തന്നു. ഞാനിപ്പോൾ ഇന്ന് എന്താണോ അതെല്ലാം എനിക്ക് ICI തന്ന ഈ 2 അക്ഷരം കൊണ്ട് മാത്രമാണ്. ഇത് വന്ന് ഞാൻ നോക്കിയതിന് ശേഷമാണ് ഉമ്മനോട് പറയുന്നത്. അത് ഭയങ്കര ഒരു ഇതായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ പെയിൻറ്റിങ്, സെൻറ്ററിങ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടുന്ന് ആളുകൾ പറഞ്ഞിരുന്നത് ഒന്നുകൂടെ ആലോചിച്ചിട്ട് എടുത്താൽ മതി, ഇത് കഴിഞ്ഞിട്ട് പൊക്കൂടെ എന്നുള്ളതാണ്. അവിടെ ഞാനൊരു റിസ്ക് എടുത്തായിരുന്നു. Hi everyone, welcome to another episode of Triple I Coffee Conversations with an Expert. പലതരം റെസ്പോൺസിബിലിറ്റീസും ജോലികളും ഏറ്റെടുത്ത് നടത്തുന്ന ആൾക്കാരെ കാണുമ്പോൾ നമുക്കൊരു ഇയാൾ കൊള്ളാൻ തോന്നാറില്ലേ. ഇന്ന് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് CA ആസിഫ് സാറാണ്. അദ്ദേഹം ട്രിപ്പിൾ ഐയുടെ അക്കാഡമിക് ഹെഡാണ്. നമ്മുടെ 5 കോഴ്സുകളുണ്ട്. 5 കോഴ്സുകളും പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും മികച്ച അധ്യാപകർ നമുക്കിവിടെ ഉണ്ട്. അതിനപ്പുറത്തേക്കുള്ള അക്കാഡമിക് സപ്പോർട്ട്, അവർക്ക് വേണ്ട റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ടീമിനെ നയിക്കുന്ന ഇതിൻ്റെ റിസോഴ്സസ്, ഇതിൻ്റെ എക്സാംസ്, ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടീം നമുക്കുണ്ട്. അതിൻ്റെ ഹെഡായിട്ടുള്ള CA ആസിഫ് സാറാണ്. അപ്പോൾ നമുക്ക് ആസിഫ് സാറിനോട് വിശേഷങ്ങൾ ചോദിക്കാം. ഓക്കെ, ലെറ്റ്സ് വെൽക്കം ആസിഫ് സാർ. സാർ വെൽക്കം. ഞാനേ ആദ്യം തന്നെ പ്രായം ചോദിക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് അത് ചോദിക്കുന്നില്ല. പക്ഷെ എന്തായാലും ഇപ്പോൾ CA പഠിക്കുന്ന ഒരു കുട്ടിയെ കമ്പയർ ചെയ്യുമ്പോൾ സാറിനൊരു എക്സ്പീരിയൻസ് ലെവൽ വെച്ചിട്ട് കുറച്ച് മുൻപ് CA കഴിഞ്ഞ ആളാണല്ലോ. ഇപ്പോൾ നമുക്കറിയാം CA അല്ലെങ്കിൽ പ്രൊഫഷണൽ അക്കൗണ്ടിങ് കോഴ്സിനെ കുറിച്ചൊക്കെയുള്ള അവയർനെസ് കൂടുതലാണ്. കോമേഴ്സ് +1 +2 പഠിക്കുന്ന പിള്ളേർക്ക് അത്യാവശ്യം അറിയാതിനെക്കുറിച്ചൊക്കെ. പക്ഷേ കുറച്ച് കാലം മുൻപ് അങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ സയൻസിന് കിട്ടുന്നത് പോലെ ഒരു കരിയർ ഇതിൻ്റെ പാത്വേനെ കുറിച്ചൊന്നും ആൾക്കാർക്ക് അറിയില്ല. സാർ എങ്ങനെയാണ് CA എന്ന് പറഞ്ഞ ഐഡിയ ആദ്യമായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നതെന്നാണ് തുടക്കത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത്. എവിടുന്നാണ് വന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു +2ൻ്റെ സമയത്ത് എവിടുന്ന് എനിക്ക് കയറിയായിരുന്നു. ചിലപ്പോൾ ഏതെങ്കിലും പത്രങ്ങളിൽ നിന്ന് കണ്ടതായിരിക്കാം. അപ്പോൾ ഈ മേഖലയിൽ നമുക്ക് അന്ന് അറിയുന്ന ആൾക്കാർ, ഏറ്റവും അടുത്ത ആൾക്കാരെന്ന് പറയുന്നത് നമ്മുടെ +2 പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് തന്നെ ആയിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ചോദിച്ചതായിട്ട് ഓർമ്മയുണ്ട്. ആ സമയത്ത് പക്ഷെ അവർ പറഞ്ഞത് ഡിഗ്രിക്ക് പോകുന്നതാണ് നല്ലത്, നമുക്കത് കഴിഞ്ഞിട്ട് നോക്കാം എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ നാട്ടിലുള്ള ഒരു കോളേജിൽ തന്നെ അവിടെ പോയിട്ട് നമ്മൾ ഡിഗ്രി ചെയ്യുന്ന സമയത്ത് അവിടുത്തെ സാറുമാരോട് നമ്മൾ ചോദിച്ചായിരുന്നു എങ്ങനെയുണ്ട്, എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. കാരണം കൊമേഴ്സ് ഫീൽഡിലെ ഏറ്റവും നല്ലൊരു പൊസിഷൻ, നല്ലൊരു കോഴ്സ്, അപ്പോൾ അത് ചെയ്യാൻ. അപ്പോൾ അവരും പറഞ്ഞത് വേണ്ട, BCom ഉണ്ടാവില്ല, CA ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ തന്നു. വീണ്ടും ഇതെൻ്റെ ബാക്ക് ഓഫ് മൈൻഡ് ഇങ്ങനെ കിടന്നുകൊണ്ടായിരിക്കാം, ഏതോ പത്രത്തിലെ ഏതോ പരസ്യം കണ്ട സമയത്ത് ഞാൻ എൻ്റെ ഉമ്മനോട് പറഞ്ഞു എനിക്കിങ്ങനെ പോയാൽ കൊള്ളാമെന്നുണ്ട്. ഉമ്മയോടാണ് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാറ്. അപ്പോൾ ആ സമയത്ത് ഉമ്മടുത്ത് പൈസ ഇല്ലുമ്പോൾ അമ്മൻ്റെ വള ഉരി തന്നു. വേറൊന്നും ചോദിച്ചില്ല, നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവാം. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ സാറ്റർഡേ സൺഡേ മാത്രം, കോളേജ് ഇല്ലാത്ത ദിവസമാണല്ലോ, അത് വെച്ചിട്ട് നാട്ടിലുള്ള അല്ലെങ്കിൽ അടുത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ചേർന്ന് അവിടെ സാറ്റർഡേ സൺഡേ പോകുന്നു, ബാക്കിയുള്ള ദിവസങ്ങളിൽ കോളേജിൽ പോകുന്നു. അങ്ങനെ ഞാൻ ഫൗണ്ടേഷൻ എഴുതി ഫസ്റ്റ് ചാൻസിൽ ക്ലിയറായി. അപ്പോൾ ഉമ്മ തന്ന സപ്പോർട്ടും പിന്നെ കാരണം വേറൊന്നും ചോദിച്ചിട്ടില്ല. അപ്പം നമുക്ക് തിരിച്ചെന്തേലും കൊടുക്കണമല്ലോ, കാരണം ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മളെടുത്ത. അങ്ങനെയാണ് ശരിക്കും ഞാൻ ഈ കോഴ്സിലോട്ട് ഫസ്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പം ആദ്യം ചോദിച്ച 2 കൂട്ടരും ഇതൊരു സ്കെപ്റ്റിക്കലായിട്ട് നോക്കിയിട്ട് മതി എന്നുള്ള രീതിയിൽ പറയുമ്പോഴേ നമുക്കൊരു സംശയം വരുമല്ലോ, ഇവരങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിലെന്തോ ഒരു പ്രശ്നമുണ്ട്, ഇത് അത്യാവശ്യം ചലഞ്ചിങ് ആണെന്നുള്ളത്. അവർ ഭയങ്കര അടുത്ത ആൾക്കാരാണ്. അവർ വളരെ എന്താ പറയുക, മനസ്സ് തട്ടി തന്നെ പറഞ്ഞു, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അഡിഷൻ എടുക്കാതിരുന്നത്. പക്ഷെ നമ്മൾ ഇത് തന്നെ ഇതിനെക്കുറിച്ച് തന്നെ റിസർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് വെച്ചിട്ട് നമ്മൾ റിസർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ദെൻ ഞാൻ ഫൗണ്ടേഷൻ ജോയിൻ ചെയ്ത് അവിടെ ആദ്യത്തെ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ് ഒരു 1-2 മന്ത്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ ആദ്യം ഒരു CA-കാരനെ കാണുന്നത്. എൻ്റെ ഫസ്റ്റ് പ്രിൻസിപ്പളും അതായിരുന്നു. പിന്നെ സാറിനോടായി കമ്മ്യൂണിക്കേഷൻ. ഒരു CA-കാരനെ നമുക്കിന്ന് കിട്ടുന്നില്ലായിരുന്നു, ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിട്ടുള്ള ഒരാളെ കിട്ടാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുറച്ചും കൂടെ ഈസി ആയിരുന്നു, കാരണം നമുക്ക് ഓരോ ഡൗട്ടും നമുക്ക് ചോദിക്കാൻ ആൾറെഡി ഇത് ക്ലിയർ ചെയ്ത ഒരാളുണ്ടല്ലോ. പിന്നെ അവിടെ നിന്നും ഇങ്ങോട്ട് അങ്ങനെ ആയിരുന്നു. കോളേജ് പഠിക്കുന്ന സമയത്ത് ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ടും അതും ഒരു ഡിസിഷൻ എടുക്കണമായിരുന്നു എനിക്ക്. കാരണം ഞാൻ ഒരു റെഗുലർ കോളേജ് പഠിക്കുന്നു. ആ ടൈമിൽ റെഗുലർ കോളേജ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. കാരണം ഞാൻ +2 കഴിയുമ്പോൾ പ്രാർത്ഥിക്കുന്നൊരു കാര്യമാണെന്ത്, എനിക്ക് ഈ കോളേജ് കിട്ടണേ എന്നുള്ളത്. ആ കോളേജ് തന്നെയാണ് എനിക്ക് കിട്ടി. അപ്പോൾ അത് വിടുക, എന്നിട്ട് പ്രൈവറ്റൈസ് ചെയ്യുക, CA-ലോട്ട് വരിക. അപ്പോഴും അവിടുന്ന് ആളുകൾ പറഞ്ഞിരുന്നത്
ഒന്നുകൂടെ ആലോചിച്ചിട്ട് എടുത്താൽ മതി, ഇത് കഴിഞ്ഞിട്ട് പൊക്കൂടെ എന്നുള്ളതാണ്. അവിടെ ഞാനൊരു റിസ്ക് എടുത്തായിരുന്നു. ഫൈനലി ഞാൻ തന്നെ എടുത്ത ഡിസിഷനാണ്. കാരണം ഇവിടെ ഞാൻ CA എടുക്കാൻ പോകുന്നു എന്നുള്ളൊരു ഡിസിഷൻ എടുത്തിട്ടാണ് ഞാൻ പിന്നെ വന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു കോഴ്സ് ഒന്ന് CA എന്ന് പറയുന്നത് പാസ്സാവാൻ ഈസി അല്ല, നമുക്കറിയാം. പാസ് പെർസെൻറ്റേജ് കുറവാണ് കമ്പാരിറ്റീവ്ലി മറ്റു കോഴ്സ് അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പം ഇപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഈ കോഴ്സ് എടുക്കുന്ന അല്ലെങ്കിൽ ക്വാളിഫൈ ആയിട്ടുള്ള ആൾക്കാർ ചോദിക്കുമ്പോൾ കുറേ പേരൊക്കെ ഭയങ്കര സ്റ്റുഡിയസ്, അക്കാഡമിക്കലി ഭയങ്കര ബ്രൈറ്റ് ആണ്, അപ്പോൾ എന്നെക്കൊണ്ട് ഇത് പറ്റുമെന്നുള്ള കോൺഫിഡൻസ് കൊണ്ട് ഇത് എടുക്കുന്ന ആൾക്കാരുണ്ട്. രണ്ട്, കുറച്ച് ഡൗട്ട്ഫുള്ളൊക്കെ ആയിരിക്കാം, പക്ഷേ വേറെ എന്തോ ഒരു പർപ്പസ് അപ്പുറത്തുണ്ട്, അതിന് ഇങ്ങനെ ഒരു കോഴ്സ് പാസ്സായാലാണ് എന്നെക്കൊണ്ട് പറ്റുള്ളൂ എന്നുള്ള ഞാൻ പറഞ്ഞ പോയിന്റ്സ് ആണ് മനസ്സിലായിരിക്കും. കാരണം നമ്മുടെ ഒരു കോഴ്സിന് ഇങ്ങനത്തെ ചലഞ്ചിങ് ആയിട്ടുള്ള കോഴ്സിന് ചേരുമ്പോൾ നമുക്ക് അവിടെ ഒരു മോട്ടിവേഷൻ ഉണ്ടാകും അപ്പുറത്ത്. സാറിൻ്റെ മോട്ടിവേഷൻ എന്തായിരുന്നു? ചിലപ്പോൾ ചിലർക്ക് കാശായിരിക്കാം, സാലറി ആയിരിക്കാം, ഇൻകം ആയിരിക്കാം, ചില ആൾക്കാർക്ക് ആ ഒരു പദവിയോടുള്ള ഇഷ്ടമായിരിക്കാം. സോ വാട്ട് വാസ് ദ ഡ്രൈവിംഗ് ഫോഴ്സ് ബിഹൈൻഡ് ദാറ്റ്? തുടക്കം ഇത് തന്നെയാണ്. വാട്ട് ഈസ് ദ ഹയസ്റ്റ് സാലറി? നമുക്ക് കൊമേഴ്സിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല സാലറി കിട്ടുന്ന ജോബ് ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു +1 +2 ഒക്കെ പഠിക്കുന്ന സമയത്ത്, അതും നമ്മളൊരു അത്ര ക്യാഷ് ഇല്ലാത്ത ഒരു വീട്ടിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. വലിയ ആഗ്രഹങ്ങളെന്നല്ല, നമുക്ക് നമ്മുടെ ഇന്നത്തെ ചില നെസസിറ്റീസുകൾ തന്നെ ഫില്ല് ചെയ്യാൻ തന്നെ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും. നമ്മുടെ മാത്രമല്ല, നമ്മുടെ ഫാമിലിയും കൂടെ അത് എത്തിക്കുക എന്നുള്ളൊരാഗ്രഹം നമുക്കുണ്ടാവും. അപ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ നോക്കുന്നൊരു കാര്യം എനിക്ക് തോന്നുന്നു വിച്ച് വൺ ഈസ് ദ ഹയസ്റ്റ് റിവാർഡിങ് ജോബ് എന്നുള്ളത് തന്നെ ആയിരിക്കും. ഫസ്റ്റ് അത് തന്നെ ആയിരിക്കും ഞാനും നോക്കിയിട്ടുണ്ടാവുക. ബാക്കിയെല്ലാം പിന്നെ അതിനോട് CAക്ക് പഠിക്കാൻ പോവാന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ഒരു പേടിയോടെ കാണുന്നു. അപ്പോൾ അതും ചിലപ്പോൾ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടാവാം, എന്നാൽ എനിക്കത് കിട്ടണം. ഞാൻ കൊമേഴ്സ് എടുത്തു, പലരും എന്നോട് സയൻസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്കൂളിലൊക്കെ അത്യാവശ്യം പഠിക്കുന്ന ഒരു കുട്ടിയാണ്, അതായത് മുക്കില്ലാരായത്ത് മുറിമുക്കൻ രാജാവ് എന്ന് പറയാം. എനിക്ക് 79% ഉള്ളൂ എൻ്റെ ഹൈസ്കൂൾ 10th, പക്ഷെ ഞാനായിരുന്നു ഹയസ്റ്റ്. +2 83% ഉള്ളൂ, പക്ഷെ ഞാനായിരുന്നു ഹയസ്റ്റ്. അതായത് സയൻസിനേക്കാളും കൂടുതൽ കൊമേഴ്സിൽ ആദ്യമായിട്ട് വന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ നല്ലോണം പഠിക്കുന്നതല്ലേ, സയൻസ് എടുത്തോ, പക്ഷെ എനിക്ക് അന്ന് സയൻസിനോട് വലിയൊരു താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഇതിലെ ഏറ്റവും നല്ല പൊസിഷനിലോട്ട് എത്തുക എന്നുള്ളതും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ആളുകളൊക്കെ ഭയങ്കര പേടിയോടെ പറയുന്നൊരു സാധനം, ഭയങ്കര അതായത് ഞാൻ CA പാസ്സായിട്ട് കല്യാണാലോചന സമയത്ത് പോലും ഫസ്റ്റ് ഞാൻ ഒരു കുട്ടിയെ മീറ്റ് ചെയ്ത് തിരിച്ച് വന്ന് ആ പാരൻ്റ് എന്നെ വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഫുള്ളും പാസ്സായിട്ടുണ്ടോ, ഒരു 10 വട്ടം ചോദിച്ചിട്ടുണ്ട് എന്നോട്. അപ്പോൾ ഇത് കഴിയുമ്പോൾ നമുക്ക് വലിയ കാര്യമൊന്നും തോന്നില്ല, പക്ഷെ ഇത് ആളുകളുടെ മനസ്സിലുണ്ടല്ലോ. അപ്പോൾ നമ്മളിത് പഠിക്കാൻ പോകുമ്പോൾ തന്നെ കൂടെയുള്ള പല ആളുകളും, ടീച്ചേഴ്സ് ഉൾപ്പെടെ, അവനതെടുക്കുന്നത് കാണണം എന്നുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്. ഇതൊക്കെ ചിലപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് സ്ട്രെച്ച് ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, സാറിൻ്റെ ഒരു പ്രിപ്പറേഷൻ ടൈം, ഇപ്പോൾ അതായത് നമ്മുടെ ഒരു വലിയ ജേണി ആണല്ലോ അത്, ഡ്യൂറേഷൻ വൈസ് ഓൾസോ നമ്മൾ പഠിക്കുന്ന ആ ഡെപ്ത് കൊണ്ടും. അപ്പം ആ സമയത്ത് വാസ് ഇറ്റ് ഈസി? ഞാൻ വളരെ പ്ലെയിനായിട്ട് ചോദിക്കാം. ഈസി ഇപ്പോൾ ഹാർഡാണെന്ന് എനിക്കറിയാം, അപ്പോൾ പലതരത്തിലുള്ള ഹാർഡ്ഷിപ്പ് ഉണ്ട്. ഇത് പഠിക്കാൻ എടുക്കുന്ന ഹാർഡ്ഷിപ്പ്, രണ്ട് നമ്മുടെ സിറ്റുവേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പം ഹൗ വാസ് ദ ലൈഫ് ബാക്ക് ദെൻ ആൻഡ് ഹൗ വാസ് യുവർ സ്റ്റഡീസ്? എനിക്ക് ഫൗണ്ടേഷൻ വലിയ പ്രശ്നമില്ലായിരുന്നു. അന്ന് CPT ആയിരുന്നു, സാറ്റർഡേ സൺഡേ നന്നായിട്ട് ഇത് ചെയ്യും. ദെൻ എക്സാം അടുപ്പിച്ച് ഞാൻ കോളേജിൽ നിന്നൊക്കെ കുറച്ച് ലീവൊക്കെ എടുത്ത് കുത്തിയിരുന്ന് പഠിക്കുമായിരുന്നു. ആ ഒരു ശീലം ഉണ്ടായിരുന്നു. കാരണം വീട്ടിലോ വേറെ ആർക്കോ ഒന്നും ഇതിൻ്റെ പറ്റി അറിയില്ല. അപ്പം നമ്മൾ തന്നെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുത്തുകൊണ്ടിരുന്നത്. പഠിച്ചിട്ടില്ല എന്നുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, അതെനിക്ക് വന്നിട്ടില്ല. എൻ്റെ ലൈഫിൽ എനിക്ക് വന്നിട്ടേ ഇല്ല. ആ സമയത്ത് എൻ്റെ ബെസ്റ്റ് ഞാൻ കൊടുക്കുമായിരുന്നു. അപ്പോൾ വീട്ടുകാർക്ക് ഇത് മനസ്സിലാവാത്തതുകൊണ്ടൊക്കെ തന്നെ ഞാൻ ചിലപ്പോൾ വീട്ടിൽ നിന്ന് കോളേജ് ഉണ്ട് എന്ന് പറയും, നാട്ടിൽ തന്നെ റൂം എടുക്കും. ഫ്രണ്ട്സിൻ്റെ ആരെങ്കിലും അവർ ആൾറെഡി റൂം എടുത്ത് കാണും, അവിടെ പോയി അവരോട് പറയും. അപ്പോൾ അവരവിടെ നിന്ന് പഠിച്ചോ എന്ന് പറയും. എന്നിട്ട് രാവിലെ നമ്മൾ കോളേജിൽ പോകുന്ന പോലെയൊക്കെ എന്ത് ചെയ്യും, ബാഗൊക്കെ എടുത്തിട്ട് പോവും. വെറും 1 കിലോമീറ്റർ അപ്പുറത്തായിരിക്കും. എന്നിട്ട് അവിടെ ഇരുന്ന് പഠിക്കും. കോളേജ് ടൈം കഴിയും. കാരണം ഇപ്പൊക്ക് ഒരു പ്രൊഫഷണൽ ഷോർ ഉണ്ട്. അപ്പോൾ അല്ലെങ്കിൽ നോർമലി ഇപ്പോൾ പറയും, എടാ ഞാൻ ഒന്ന് പുറത്ത് പോകുന്നു, നീ ഒന്ന് വന്ന് നിൽക്കുക. അപ്പോൾ എനിക്ക് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അന്ന് അങ്ങനെയൊക്കെ ചെയ്തു. അപ്പോൾ പഠനം ഞാൻ ചെയ്തില്ല, അതിനോട് നീതി പുലർത്തിയില്ല എന്നുള്ളൊരു സങ്കടം എനിക്ക്. പക്ഷേ ഞാൻ ഭയങ്കര ഒരു ഫുള്ളി മലയാളം മീഡിയം, ഞാൻ ഫുള്ളി മലയാളം മീഡിയം പഠിച്ചു. അതായത് ഇംഗ്ലീഷിനൊക്കെ +2 ജസ്റ്റ് 32 വെച്ചായിരുന്നു നോർമലി പാസ്സാവാറ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതായതുകൊണ്ട് തന്നെ ഇനീഷ്യലി അത്യാവശ്യം നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരു ഭയങ്കര കോച്ചിങ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അന്നൊക്കെ ചെന്നൈയിലൊക്കെ എന്തുള്ളൂ ഭയങ്കര കോച്ചിങ്ങും കാര്യങ്ങളും. പിന്നെ ഒപ്പം ഫിനാൻഷ്യൽ പ്രശ്നം ഉണ്ടാവും. നമുക്ക് ക്ലാസ്സിന് പോവുക,
ഇന്നത്തെ പോലെ അത്ര അഫോർഡബിൾ ആയിട്ടല്ല അന്നത്തെ ഇതും കാര്യങ്ങളും ഹോസ്റ്റല് എല്ലാം വേണം ചെന്നൈയിലൊക്കെ പോകണമെങ്കിൽ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇഷ്യൂ കൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് പഠിക്കണം. സെൽഫ് പ്രിപ്പറേഷൻ ആയിരുന്നു. സോ വളഞ്ഞ് തെറ്റ് മനസ്സിലാക്കി തെറ്റ് തിരുത്തിയൊക്കെ ശരിയിലോട്ട് വരണം. അപ്പോൾ ഒരുപാട് സമയം എടുത്തിട്ടുണ്ടാവും ഞാൻ കമ്പാരിറ്റീവ്ലി ഇപ്പോഴത്തെ സ്റ്റുഡൻസിനെ അപേക്ഷിച്ച് ഒരുപാട് സമയം ഇരുന്നിട്ടുണ്ടാവും ഞാൻ. അപ്പം അങ്ങനെ പഠനം ഞാൻ മടി കാണിച്ചിട്ടില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഒരു 2010 ആ ഒരു സമയത്തൊക്കെയാണ് 10-14 ആ സമയത്ത് ഇതിനിടയ്ക്കുള്ള വേൾഡ് കപ്പൊക്കെ ഇപ്പോൾ രാത്രി 12 മണിക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ 12 മണി വരെ എന്ത് ചെയ്യും, പഠിക്കും, എന്നിട്ട് കളി കാണും. അങ്ങനെയൊക്കെയാണെന്ന് ചെയ്തിരുന്നത്. അപ്പോൾ എപ്പോഴും തീർക്കാനുള്ളത് ഞാൻ തീർത്തിരുന്നു എന്നുള്ളതാണ്. പല നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ വെബിനാർ കണ്ടക്ട് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ മിക്കവാറും എല്ലാ വെബിനാറിലും സാറും നമ്മളുണ്ടാവാറുണ്ട്. ഈ അടുത്ത് നടന്ന വെബിനാറിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. ആ വെബിനാർ കഴിഞ്ഞതിന് ശേഷം അത് ഹോസ്റ്റ് ചെയ്ത ഷെറിൻ അതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം, നമ്മൾ ഒരുപാട് പല കാര്യങ്ങൾ ഞാനും സാറും സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഇത് ഞാൻ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ സാറിനൊരു സ്റ്റോറി ഉണ്ട്. അത് കേട്ടപ്പോൾ ഷെറിൻ ശരിക്കും ലൈക്ക് ഓക്കെ, ഇങ്ങനൊരു ബാക്ക് സ്റ്റോറി ഉള്ള ആളെൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് എന്നുള്ളത് അറിഞ്ഞില്ല എന്നോട് പറഞ്ഞു. ആ സ്റ്റോറി ഇപ്പോൾ സാറ് പറഞ്ഞതിൽ ചെറുതായിട്ടുണ്ട്. അതായത് ഒരു എക്കണോമിക് നമുക്ക് കുറച്ച് ചലഞ്ചിങ് ആകുമ്പോൾ നമ്മൾ ഇറങ്ങി പുറപ്പെട്ട് ഇതിനുള്ള സോഴ്സ് കണ്ടെത്തുമല്ലോ. സാറ് പഠിക്കുന്ന സമയത്ത് വർക്ക് ചെയ്തിട്ട് അങ്ങനെ പൈസ ഉണ്ടാക്കിയ ഇതിൻ്റെ മീൻസ് കണ്ടെത്തിയെന്ന് അങ്ങനെ കഥയുണ്ട്. ഒരു 10th മുതലേ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു 10th കഴിയുന്ന സമയത്ത് ആ ഒരു 2 months ഉണ്ടല്ലോ, ആ 2 months അത് അവിടെ നമ്മളെല്ലാവരും ചെയ്തിട്ടുണ്ട്. ഞാൻ മാത്രം എന്നല്ല, നമ്മുടെ നാട്ടിലെ എല്ലാവരും പഠിക്കുന്നവരും പഠിക്കാത്തവരൊക്കെ ചെയ്യുന്നൊരു സാധനമാണ്. ആ 2 months എന്തെങ്കിലും ഇൻകം ചെയ്യാൻ പോവുക എന്നുള്ളത്. ചിലപ്പോൾ പെയിൻറ്റിങ് ആയിരിക്കാം. പക്ഷെ അതൊന്നും നമ്മൾ ഭയങ്കര സങ്കടപ്പെട്ടിട്ടോ വീട്ടിൽ അരി വാങ്ങാൻ പോകുന്നൊന്നല്ല. നമുക്കായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുള്ളൊരു നമ്മുടെ സിനിമ, നമ്മുടെ ഡ്രസ്സ്, ഇതൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വീട്ടിൽ ചോദിക്കുക എന്ന് പറയുന്നതും ചിലപ്പോൾ ഉണ്ടാവില്ല വീട്ടിൽ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ പെയിൻറ്റിങ്, സെൻറ്ററിങ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ +2 റിസൾട്ട് വരുന്ന സമയത്ത് ഞാൻ റിങ് ഇറക്കാൻ പോകുന്ന ഒരു, കാരണം അന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ രാവിലെ ഫസ്റ്റ് ഡേ ആയിരുന്നു അത്. രാവിലെ ഞാൻ അന്ന് റിങ് ഇറക്കാൻ വേണ്ടിയിട്ട് ആളില്ല. അപ്പോൾ ഇവരാളില്ല എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ പോയിട്ട് അയാളോട് പറഞ്ഞു ഞാൻ വരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇല്ല പറ്റില്ല, ചെറിയ കുട്ടികളല്ലേ, ഭയങ്കര ഡേഞ്ചറാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് വിഷമത്തോടെ വന്നു. അപ്പോൾ എൻ്റെ കൂടെയുള്ളൊരു ഫ്രണ്ട് ഉണ്ട്, അവൻ പറഞ്ഞില്ല അവൻ ചെയ്തോളും എന്ന് പറഞ്ഞു കൊണ്ടുപോവുക. അപ്പോൾ അവരും നല്ലോണം സപ്പോർട്ട് ചെയ്യും. ഒരിക്കലും കിണറ്റിൽ ഇറങ്ങേണ്ട ആവശ്യമൊന്നും നമുക്ക് വരില്ല. നമുക്കിത് വലിക്കുക, കൊണ്ടുപോയി ഇടുക. റിങ് പിടിക്കുമ്പോഴും നല്ല തടിയും ബലമൊക്കെ ഉള്ള ആൾക്കാരുടെ ഇടയിലേ നമ്മൾ നിർത്തുള്ളൂ. എനിക്ക് ആ റിസ്ക് ഒന്നും മനസ്സിലായിട്ടില്ലായിരുന്നു. ഇത്ര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്, ഭയങ്കര ഇതാണെന്നൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ ഭയങ്കര എമൗണ്ട് ആയിരുന്നു ആ ഒരു സമയത്ത്. 250 per day എന്നൊക്കെ പറയുന്നത് ഭയങ്കര എമൗണ്ട് ആയിരുന്നു. അപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. എൻ്റെ +2 റിസൾട്ട് ഞാൻ വൈകുന്നേരം 4-5 മണിക്ക് ആയപ്പോഴാണ് അറിയുന്നത്. കാരണം അന്ന് പണിയിലായിരുന്നു. ഞാൻ റിസപ്ഷനിൽ നിന്നിട്ടുണ്ട്, ഒരു ഹോട്ടൽ അല്ലെങ്കിൽ ഒരു ഇതിൻ്റെയൊക്കെ ഒരു റിസപ്ഷനിസ്റ്റായിട്ട് നിന്നിട്ടുണ്ട്. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമുക്ക് ഓണേഴ്സ് ആദ്യം ഭയങ്കര ഇതായിട്ട് തരും, ഇൻസ്ട്രക്ഷൻ തരും. ഇന്ന ആൾക്കാർക്ക് കൊടുക്കരുത്, ഇന്ന കുടിക്കാൻ വരുന്നവർക്ക് കൊടുക്കരുത്. അപ്പോൾ നമുക്ക് ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ ശരിക്കും നമുക്കറിയില്ല, വരുന്ന സമയത്ത് ഇവർ ഭയങ്കര ജെന്റിൽമാനായിട്ട് വരും, നമ്മൾ കൊടുക്കും, പിന്നെ അവിടെ ആകെ പ്രശ്നമാക്കിയിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് നാട്ടിൽ നിന്ന് ഒരു 10-12 കിലോമീറ്റർ അപ്പുറമാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ നാട്ടിലെ ഫ്രണ്ട്സിനെ വിളിക്കും രാത്രി 12-1 മണിക്കൊക്കെ. അവർ വരിക, എന്നിട്ട് പിറ്റേന്ന് ഓണർ വരുന്നതിന് മുമ്പ് ഞങ്ങളെല്ലാവരും കൂടെ വൃത്തിയാക്കുക. ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട് ആ ഒരു സമയത്ത്. രസകരമായിരുന്നു സംഭവങ്ങൾ. നേരത്തെ ഒരു കല്യാണ ആലോചനയുടെ കാര്യം വഴിയേ പറഞ്ഞല്ലോ. അപ്പം അടുത്തത് സാറ് കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. ഞാൻ ആദ്യമായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, നിങ്ങളെ കാണുന്ന സമയത്ത് നിങ്ങളുടെ വൈഫും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും CA കാരാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതൊരു പ്ലാൻഡ് തീരുമാനമായിരുന്നു ചാർട്ടേഡ് അക്കൗണ്ട് കല്യാണം കഴിക്കുക, അതോ അങ്ങനെ സംഭവിച്ചു പോയതാണോ? വെറുതെ അറിയാൻ വേണ്ടി ഒരു കൗതുകം. എല്ലാവരും ചോദിക്കുന്നത് ലവ് മാരേജ് ആണെന്ന് എല്ലാവരും ചോദിക്കുന്നത്. ആക്ച്വലി പക്ക അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ഞാൻ നമ്മൾ CA കഴിഞ്ഞതിന് ശേഷം ഒരു MCS പ്രോഗ്രാം ഉണ്ട്. നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ശരിക്കും കോഴ്സ് ഫുള്ളി ബുക്ക് ബേസ്ഡ് ആണല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആർട്ടിക്കിൾഷിപ്പിൻ്റെ മുമ്പ് ഒരു സെഷനുണ്ട്, ഓറിയൻറ്റേഷൻ എന്നൊക്കെ പറഞ്ഞൊരു സെഷനുണ്ട്. അതുപോലെ CA പാസ്സായി കഴിഞ്ഞതിന് ശേഷവും നമുക്കൊരു സെഷനുണ്ട്. അത് കമ്പൽസറി ആയിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യണം 15 days. ഈ 15 days ഞാൻ കാലിക്കറ്റാണ് ചെയ്തത്. അപ്പോൾ കാലിക്കറ്റിൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലാണ് നമ്മൾ നിന്നിരുന്നത്. അപ്പോൾ
ആ ഒരു ബേസിൽ വന്നൊരു ആലോചനയാണ് ശരിക്കും. അവരാരോടോ കല്യാണപ്രായമായിട്ട് ഞാനിങ്ങനെ എൻ്റെ ഉമ്മ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയം. അപ്പോൾ ജസ്റ്റ് അവിടെ പറയുന്നു. അപ്പോൾ അവർ മുഖേന അങ്ങനെ വന്ന് കണക്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഒരേ ഫീൽഡ് ആയതുകൊണ്ട് എപ്പോഴും കേൾക്കുന്നൊരു ചോദ്യമാണ്. പക്ക അറേഞ്ച്ഡ് തന്നെ ആയിരുന്നു. അല്ല, ഞാൻ ലവ് മാരേജിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ചോദിച്ചത്. അതായത് ഞാൻ സി ആണ്, അങ്ങനെ സി എ തന്നെ ലൈഫ് പാർട്ട്ണർ ആക്കാന്നുള്ളതൊന്നും ഇല്ല, അങ്ങനെ പ്ലാൻ ഒന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, അവളുടെ വിധി എല്ലാം അങ്ങനെ സംഭവിച്ചു പോയി അല്ലേ? ശരി, ഓക്കെ. അപ്പോൾ ഓക്കെ സാറേ, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് 3 ഘട്ടമുണ്ട് ഫൗണ്ടേഷൻ, നമുക്കറിയാം. അപ്പോൾ ഇതിൽ ഓരോ തവണ ഇത് ക്വാളിഫൈ ആകുക എന്ന് പറയുമ്പോൾ ഒരു രസകരമായ മൊമെൻ്റ് ആണല്ലോ. അങ്ങനെ ഫൈനൽ എന്ന് പറഞ്ഞത് കംപ്ലീറ്റ് ആകുമ്പോഴുള്ള ഒരു ഫീല് ഞാൻ അത് എല്ലാ ആൾക്കാരോടും ചോദിക്കുന്നതാണ്. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് അത് കേൾക്കാൻ വേണ്ടി. അപ്പം ഒരു വിക്ടറിയുടെ മൊമെൻറ്റ്, ഇത് ക്വാളിഫൈ ആയി കഴിയുന്നൊരു മൊമെൻ്റ് ഉണ്ടായിരുന്നല്ലോ, ഹൗ വാസ് ദാറ്റ്? ഫസ്റ്റ് ഗ്രൂപ്പിനാണ് ഞാൻ ഗ്രൂപ്പ് വൈസ് ആയിട്ടാണ് ക്ലിയർ ചെയ്തത്. ആക്ച്വലി സി എ ഫൗണ്ടേഷൻ ഫസ്റ്റ് അറ്റംപ്റ്റ്, ഇൻ്റർ ഫസ്റ്റ് ഗ്രൂപ്പ് ഞാൻ സെക്കൻഡ് ഗ്രൂപ്പ്, പക്ഷേ ഞാൻ ഗ്രൂപ്പ് വൈസാണ് ക്ലിയർ ചെയ്തിരിക്കുന്നത്. ഫൈനൽ ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ എഴുതുമ്പോൾ ഞാൻ ജയിക്കുമെന്ന് ഉറപ്പിച്ചതായിരുന്നു. സമയത്ത് ഞാൻ പേപ്പറെല്ലാം പാസ്സായി, അഗ്രിഗേറ്റ് പോയി. അത് മൊത്തം നോക്കുമ്പോൾ അതായത് 40 മാർക്സ് ആണ് ഓരോ പേപ്പറിന് വേണ്ട, അത് കിട്ടി. ബട്ട് അഗ്രിഗേറ്റ് ഒരു എനിക്ക് തോന്നുന്നു 12-11 മാർക്കിന് പോയി. അന്ന് ഞാൻ ഭയങ്കര ഡെസ്പായിരുന്നു. ഞാൻ ചെന്നൈയിൽ ആർട്ടിക്കൽഷിപ്പ് ചെയ്തത്, ചെന്നൈയിലായിരുന്നു. അപ്പോൾ നേരെ സാറിൻ്റെ അടുത്ത് പോയി, ഇനി എനിക്ക് വർക്ക് ചെയ്യാൻ വയ്യ. സാർ പറഞ്ഞു കുഴപ്പമില്ല, ഒരു 1 മന്തും കൂടെ ഉള്ളായിരുന്നു, ലീവ് എടുത്തോ, പോയി പഠിച്ചോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ട്രിവാൻഡ്രത്ത് പോയിരുന്നാണ് ഞാൻ പിന്നെ പഠിക്കുന്നത്. ആ സമയത്ത് നന്നായി പഠിച്ചിട്ടുണ്ട്. നേരെ പോയി മുടിയൊക്കെ മുട്ടയടിച്ച് റൂമിലിരുന്ന് പുറത്തിറങ്ങണ്ട വിചാരിച്ച് അങ്ങനെ ഇരുന്ന് പഠിച്ച് ആ അറ്റംപ്റ്റ് ജയിക്കാന്ന് പറഞ്ഞാൽ 50 കറക്റ്റ് 200 അങ്ങനെയാണ് വന്നത്. ആ ഒരു സമയത്താണ് എനിക്ക് തോന്നുന്നു ഞാൻ ഭയങ്കരമായിട്ട് വീട്ടിലായിരുന്നു. ആ സമയത്ത് നമുക്കൊരു ഉമ്മയൊക്കെ കൊടുത്ത് ജസ്റ്റ് ആദ്യം ഒന്നും പറയാതെ റിസൾട്ട് ഡേ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം ഫസ്റ്റത്തെ ഒരു ഇതുള്ളതുകൊണ്ട്. കാരണം ഫസ്റ്റ് റിസൾട്ട് വന്ന ദിവസം എന്നെക്കാളും ടെൻഷനാണ് വീട്ടുകാർ. അപ്പോൾ ഇത്തവണ ഞാൻ അറിയില്ലല്ലോ എന്താ വരാൻ പോകുന്നത് എന്നുള്ളത്, ചിലപ്പോൾ ഫെയിലാവാം. അപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ റിസൾട്ട് വന്ന് ഞാൻ നോക്കിയതിന് ശേഷമാണ് ഉമ്മനോട് പറയുന്നത്. അത് ഭയങ്കര ഒരു ഇതായിരുന്നു. സെക്കൻഡ് ഗ്രൂപ്പ് ആയപ്പോൾ ശരിക്കും ഞാൻ ജോലി സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ഫസ്റ്റ് ഗ്രൂപ്പ് ഇത് ചെയ്ത പോലുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് വന്നിട്ടില്ല. എന്തായാലും ഹാപ്പി ആയിരിക്കും. നമ്മളൊരു ഭയങ്കര ഒരുപാട് കാലത്തൊരു സാധനം, ഒരു ഭാരം ഇറക്കി വെച്ചതുപോലെ ഉണ്ടായിരുന്നു. ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇതുപോലെയുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ശരിക്കും വന്നിട്ടില്ല. അങ്ങനെ സാറ് ഫസ്റ്റ് ആഫ്റ്റർ ക്വാളിഫൈയിങ് സി എ സാർ എങ്ങനെയായിരുന്നു കരിയറിൻ്റെ ഒരു മുന്നോട്ട് നോക്കിയിരുന്നത്? എവിടെ തുടങ്ങി ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നതിനുള്ളൊരു ജേണി? ആക്ച്വലി തുടക്കം ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. കാരണം ഞാൻ മലപ്പുറത്തു നിന്നാണ്. ഒബ്വിയസ്ലി നമ്മൾ എന്തായിരിക്കും തീരുമാനം, ഗൾഫിൽ പോവുക, അങ്ങനെ തന്നെയാണ് നമ്മൾ പൈസ ഉണ്ടാക്കുക, അങ്ങനെ ഒരു സാധനം തന്നെയായിരുന്നു ഡിസൈഡ് ചെയ്തിരുന്നത് ഇത് പഠിക്കുന്ന സമയത്തൊക്കെ. പക്ഷേ പാസ്സായതിന് ശേഷം പിന്നെയാണ് ശരിക്കും നമുക്ക് ആ കൺഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണോ, പുറത്ത് പോകണോ, ബിഗ് ഫോഴ്സിൽ കയറണോ. ഞാൻ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, വലിയ കമ്പനീസിൻ്റെ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഗൾഫിലോട്ട് പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു. സംഹൗ ഫൈനലി ഞാൻ എന്ത് ചെയ്തു, ഡിസൈഡ് ചെയ്തു, ഇല്ല ഞാൻ പ്രാക്ടീസിലോട്ടാണ്. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ഉള്ള ഒരു ഫേമിൽ തന്നെ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ട്രിവാൻഡ്രത്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു ഫേമിൽ തന്നെ കയറി പ്രാക്ടീസ് എന്താണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. കമ്പാരിറ്റീവ്ലി നമ്മൾ പ്രാക്ടീസിന് ഇങ്ങനെ ഒരു പ്രാക്ടീസ് ഫീൽഡിൽ കയറുമ്പോൾ ഇൻകം കുറച്ച് കുറവ് തന്നെ ആയിരിക്കും കമ്പയർ ടു ബിഗ് ഫോറിൽ കയറുവാണെങ്കിലോ അല്ലെങ്കിൽ പുറത്ത് പോവുകയാണെങ്കിലോ ഒക്കെ ഉള്ളതിനേക്കാളും. പക്ഷേ ആ ഡിസിഷൻ കഴിഞ്ഞതിന് ശേഷം എങ്ങനെയോ എന്നിലോട്ട് വന്നതാണ്, ഭയങ്കര പ്ലാൻഡായിട്ട് വന്നതല്ല. അങ്ങനെയായിരുന്നു. പിന്നെ കുറച്ച് അവിടെ ഒരു 3-4 വർഷം നിന്നു. അതിനിടയ്ക്ക് അവിടെ പാർട്ട്ണറായി, ആ ഫേമിൽ തന്നെ പാർട്ട്ണറായിട്ട് വർക്ക് ചെയ്ത് അതിൻ്റെ കൂടെ ചെറുതായിട്ട് ടീച്ചിങ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇത് രണ്ടും കൂടെ കൊണ്ടുപോയി. പിന്നെയാണ് നമുക്കൊരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ ഫ്രണ്ട്സ് മുഖാന്തരം ഒരു ഫേം, ഒരു LLP രൂപീകരിച്ചു. കൊറോണയൊക്കെ വരുന്ന ആ ഒരു സമയമാണ്. പിന്നെയാണ് ഞാൻ ഈ പറഞ്ഞ നിങ്ങൾ ഫസ്റ്റ് ചോദിച്ച പോലെയുള്ള പല മേഖലകളിലൂടെ കിടക്കുന്നത്. ഇപ്പോൾ ഓഫീസുണ്ട്, വൈഫും അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, ദെൻ ട്രിപ്പിൾ അക്കാഡമിക്സ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, ചെറിയ കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഫ്രണ്ട്സ് ഉൾപ്പെടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു
3 ഡിഫറെൻറ്റ് മേഖലകൾ, ഒരു 3-4 ഡിഫറെൻറ്റ് മേഖലകൾ ഇപ്പോൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ആയി കഴിഞ്ഞാലേ നമ്മുടെ ആ പ്രൊഫഷൻ നമ്മുടെ ഡെയിലി ലൈഫിന് എങ്ങനെ സഹായിക്കും? ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം എനിക്ക് ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്ന സമയത്ത് ടാക്സിൻ്റെ കാര്യം വരുമ്പോൾ ഞാൻ നിങ്ങളെ സമീപിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കും, ചാർട്ടേഡ് അക്കൗണ്ട് ആണെങ്കിൽ ഇപ്പോൾ എനിക്ക് തന്നെ ചെയ്യാമായിരുന്നല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലേക്ക് പോകുമ്പോൾ ഒരു കമ്പനി അനലൈസ് ചെയ്യണം ഫണ്ടമെൻ്റലി. അപ്പോൾ ഞാൻ ആലോചിക്കും, ഇതിപ്പോൾ CA കാരനാണെങ്കിൽ ഇയാൾക്ക് ഇത് എളുപ്പവും ചെയ്യുമല്ലോ. അപ്പം അത്തരത്തിൽ ഇത് രസകരമായൊരു സംഭവമാണോ? ഈ CA ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചില കാര്യങ്ങൾക്ക് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും അല്ലേ? ലൈക്ക് ഒരു ഡെയിലി ലൈഫ് സാധനങ്ങളെ ഇത് സഹായിക്കുന്നുണ്ടോ പ്രൊഫഷൻ എന്നുള്ളത്? നാട്ടിലൊക്കെ ഞാൻ ചിലപ്പം പലപ്പോഴും പറയാറുണ്ട്, എന്ത് കാര്യം അവർ നമ്മളോട് ചോദിക്കും. അവർ വിചാരിക്കുന്നത് നമ്മൾ CA പാസ്സായി നമ്മളൊരു എൻസൈക്ലോപീഡിയ ആണെന്നുള്ളതാണ്. അങ്ങനെയല്ല, നമുക്കും ഇതിലും സ്പെഷ്യലൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഓരോ മേഖലയും. പക്ഷേ ഇതിനെല്ലാത്തിനെ കുറിച്ച് ഒരു ബേസിക് കാര്യമുണ്ടല്ലോ, അത് ഒരു കോമൺ മാനിനേക്കാളും അല്ലെങ്കിൽ ബാക്കിയുള്ള പ്രൊഫഷനേക്കാളും നമുക്ക് ഫൈനാൻസ് ഫീൽഡിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കുറച്ചും കൂടെ നമുക്ക് ബോധ്യം ഉണ്ടാവും. കാരണം ആ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ CA എന്നുള്ളൊരു കോഴ്സിൽ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിരിക്കും. നമുക്ക് ആ പ്രാക്ടിക്കൽ അറിയാതെ നമുക്ക് ആ എക്സാം പാസ്സാവാനോ ഒന്നും അറിയാം. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ ട്രെയിൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ മൈൻഡും കാര്യങ്ങളൊക്കെ ആ രീതിയിലായിരിക്കും നമുക്ക് ട്രെയിൻ ചെയ്ത് വന്നിട്ടുണ്ടാവാം. അപ്പോൾ ഒരു ബേസിക് നോളജ് ഉണ്ടാവും. പക്ഷേ എപ്പോഴും ഇപ്പോൾ ടാക്സ് ആണെങ്കിൽ ടാക്സിൽ തന്നെ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആയിരിക്കും നോർമൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസിനേക്കാളും ബെറ്റർ ആയിട്ടുണ്ടാവുക. അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ആ രീതിയിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കും. അതിൻ്റെ അപ്പുറത്തോട്ടാണെങ്കിൽ നമ്മൾ ഒന്നില്ലെങ്കിൽ അവരിലോട്ട് ഡയറക്റ്റ് ചെയ്യും, അല്ലാതെ നമ്മൾ അവരോട് ചോദിച്ചിട്ട് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. ഓക്കെ. സാധാരണ മുമ്പിൽ വരുന്ന ആൾക്കാർ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ടാവും, അവരത് ഫാക്കൽറ്റി ആയിരിക്കും. അപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ആൾ അക്കാഡമിക് ഹെഡ് ആയതുകൊണ്ട് എല്ലാ കോഴ്സിനെ കുറിച്ചും കൃത്യമായിട്ട് ചോദിക്കാൻ പറ്റിയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ 3 ഇന്ത്യൻ കോഴ്സ് എടുക്കാം, CA, CMA, CS. ഇത് 3 ക്വാളിഫൈ ആൾക്കാരുടെ ജോബ് റോൾസ് ഉണ്ടല്ലോ. ഇവരൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? അതായത് CA വേഴ്സസ് CMA വേഴ്സസ് CS എങ്ങനെയാണ് സാർ ഡിഫൈൻ ചെയ്യുക? ഇപ്പോൾ ഇതിൽ ഇന്ത്യൻ കോഴ്സ് ഈ 3 കോഴ്സും ഇതിലിപ്പോൾ CA, CMA കഴിഞ്ഞാൽ ശരിക്കും ഒരേ രീതിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് പുറത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ CA ഓർ CMA എന്ന് ഇന്ത്യക്കകത്തും ഗവൺമെൻറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിലും CA ഓർ CMA ക്വാളിഫൈഡ്, CA ഇൻ്റർ ഓർ CMA ഇൻ്റർ ക്വാളിഫൈഡ് ആയവർക്ക് പൊതുവിൽ ഇപ്പോൾ ടാക്സേഷൻ ആയിക്കോട്ടെ, ഇപ്പോൾ കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ ആയിക്കോട്ടെ, ഇവിടേക്കൊക്കെ ഇത് വരാറുണ്ട്. പക്ഷേ ബേസിക്കലി ഇതിൻ്റെ ഡിഫറൻസ് ഒന്ന് അറിയുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് CS. ഇപ്പോൾ നമ്മുടെ തന്നെ CS ടീമിലുള്ളൊരു കുട്ടി തവണ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് ഫൈനലിൽ 8 പേരേ ഉള്ളൂ ഫൈനൽ എഴുതാനുള്ളത്. പലപ്പോഴും CS-നെ നമ്മൾ നോക്കുമ്പോൾ കിട്ടാനില്ല. അപ്പോൾ നമ്മുടെ ഓഫീസിലോട്ടാണെങ്കിലും വർക്ക് ചെയ്ത് ചെയ്യാനെങ്കിലൊക്കെ. അപ്പോൾ ആ ഒരു ബേസിൽ നോക്കുമ്പോൾ വളരെ ഡിമാൻഡുള്ളൊരു കോഴ്സാണ് ശരിക്കും CS, കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത്. വളരെ ഡിമാൻഡുള്ള കോഴ്സാണ്. എത്രത്തോളം CS-ന് ആവശ്യമുണ്ടോ അതിനേക്കാളും വളരെ കുറവാണ് നമുക്ക് CS അവൈലബിലിറ്റി ഉള്ളത്. പക്ഷെ അത് കുറച്ച് തിയറി ഇഷ്ടപ്പെടുന്ന, ലോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം ആളുകൾ ശരിക്കും ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയയാണ് ശരിക്കും കമ്പനി സെക്രട്ടറി. ഞാൻ ഭയങ്കര ഈസി ആണെന്നൊന്നും പറയുന്നില്ല, കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ ഹൈ ഡിമാൻഡാണ്. കാരണം നമുക്കില്ല. അപ്പോൾ ഞാൻ ഓഫീസിലോട്ട് ആൾക്കാർ നോക്കാറുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരുപാട് CS റിലേറ്റഡ് വർക്ക്സ് ഉണ്ടാവും. ഇപ്പോൾ നമ്മളൊരു CA ഓഫീസ് ആണെങ്കിൽ പോലും CS റിലേറ്റഡ് വർക്ക് ഒരുപാട് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പം അതിനൊക്കെ നമുക്കറിയുന്ന ഒരാളെ നോക്കാൻ വേണ്ടി നിൽക്കുമ്പോഴൊക്കെ ഇല്ല, അവർക്ക് വേറെ ജോബ് ആൾറെഡി പ്ലേസ്ഡ് ആയി കാണും, അല്ലെങ്കിൽ അവർക്ക് ആൾറെഡി അവർ നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് കൊടുക്കാൻ എന്ന് പറയുമ്പോൾ, കാരണം നമ്മുടെ മെയിൻ പ്രാക്ടീസ് ചെയ്യാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം വരാറുണ്ട്. CA, CMA ഉള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും CA എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ടാക്സേഷൻ, അതുപോലെ ഓഡിറ്റ്, ഓക്കെ, ഫൈനാൻഷ്യൽ പ്ലാനിങ്, ഇതൊക്കെയാണ്. ഇതിലൊക്കെ ശരിക്കും നമ്മളൊരു പോസ്റ്റ്മോർട്ടമാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഓഡിറ്റ് ആണെങ്കിൽ നമ്മളൊരു പോസ്റ്റ്മോർട്ടമാണ് ചെയ്യുന്നത്. ആൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ നടന്നിട്ടുണ്ട്, സെയിൽ അവിടെ നടന്നിട്ടുണ്ടാവും, പർച്ചേസ് അവിടെ നടന്നിട്ടുണ്ടാവും, എക്സ്പെൻസുകളൊക്കെ നടന്നിട്ടുണ്ടാവും. ഇത് ശരിയാണോ എന്ന് നമ്മൾ ചെയ്യുന്നതാണ് ശരിക്കും ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, ഫിനാൻഷ്യൽ അക്കൗണ്ടൻറ്റിൻ്റെ ജോലി. ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടൻ്റ് ആയിട്ടാണ് ശരിക്കും നമ്മൾ CA-നെ കാണാറ്. ഓഡിറ്റ് ആണെങ്കിലും ടാക്സൊക്കെ അങ്ങനെ തന്നെ കഴിഞ്ഞു. ബിസിനസ്സിൽ പ്രോഫിറ്റ് വന്നു അല്ലെങ്കിൽ ലോസ് വന്നു, ഇനി അതിലെത്ര ഇൻകം ടാക്സ് കൊടുക്കണം, ഇതാണ് നമ്മൾ അവിടെ ശരിക്കും കൂടുതലായിട്ടും നോക്കുന്നത്. CMA-യിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ CMA ശരിക്കും ഒരു കമ്പനിയുടെ
പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് CMA ആണ് കൂടുതൽ ആപ്റ്റായിട്ടുള്ള ഒരു കുറച്ചും കൂടെ കമ്പനി പോയിന്റ് ഓഫ് വ്യൂ കുറച്ചും കൂടെ വേണ്ട ആൾക്കാർ. കാരണം അവർ നോക്കുന്നത് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് എടുക്കുകയാണ്, 100 രൂപയാണ് സെയിൽ, 80 രൂപയാണ് അതിൻ്റെ കോസ്റ്റ്, 20 രൂപ പ്രോഫിറ്റ്. ഇതാണ് ശരിക്കും നമ്മൾ കഴിഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. പക്ഷേ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ബിസിനസ്സിലെ ഓണർക്ക് അവന് 20 പോരാ, അവന് 25 രൂപ പ്രോഫിറ്റ് വേണം, അല്ലെങ്കിൽ 25% വേണം. ഇത് എങ്ങനെയാക്കുന്നു നോക്കുന്ന ആൾക്കാരാണ്. അത് ആക്കണമെങ്കിൽ CMA എന്ന് പറയുന്നത്. കാരണം അതിൽ ഓരോ കോസ്റ്റ് ഇപ്പോൾ സെയിൽസ് പ്രൈസ് നമ്മൾ ഓരോന്നും നോക്കേണ്ടി വരും, ഓരോ പ്രോഡക്റ്റിൻ്റെ നോക്കേണ്ടി വരും, കോമ്പറ്റീറ്റേഴ്സിൻ്റെ നോക്കേണ്ടി വരും, ഒരുപാട് ആസ്പെക്റ്റ് നോക്കേണ്ടി വരും. അപ്പോൾ അവിടേക്ക് അനലൈസ് ചെയ്യണം. അതുപോലെ തന്നെ കോസ്റ്റും വരുന്ന ഓരോ എലമെൻറ്റും നമ്മൾ നോക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കി അപ്പോൾ ആ ഒരു കാര്യം കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നത് ശരിക്കും CMA ആണ്. അപ്പോൾ ഒരു ഓണർ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി, ഒരു ഇൻഡസ്ട്രിക്ക് അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് ശരിക്കും ഏത് തരം ആൾക്കാരെയാണ് ആവശ്യമായിട്ട് വരിക എന്നുള്ളത്. പലപ്പോഴും ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ആ ഒരു റെക്കഗ്നിഷൻ CMAക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ശരിക്കും ഡൗട്ടാണ്. മനസ്സിലായി. നമ്മൾ ഈ കരിയർ ഗൈഡൻസിൻ്റെ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ പിള്ളേരോട് പറയും ചില പ്രൊഫഷൻസിന് മാത്രമാണ് ലോഗോ ഉള്ളതെന്ന്. ഇപ്പോൾ ഡോക്ടേഴ്സിന് കാറിൻ്റെ അവിടെ മറ്റേ ഒരു വടി 2 പാമ്പൊക്കെ വെക്കും. അത് കഴിഞ്ഞാൽ പിന്നെ CA ഇപ്പോൾ ലോഗോ മാറി. സാറ് ക്വാളിഫൈ ചെയ്തതിനു ശേഷം പേരിൻ്റെ കൂടെ CA എന്നുള്ള 2 അക്ഷരം ആഡ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ലൈഫിൽ അത് ഉണ്ടാക്കുന്ന മാറ്റം ഉണ്ടല്ലോ. എന്തായിരുന്നു ആ ചേഞ്ച്, എങ്ങനെയായിരുന്നു? അല്ല, നമുക്ക് കിട്ടുന്ന റെക്കഗ്നീഷനും റെസ്പെക്റ്റിനൊക്കെ അപ്പുറത്ത് ഞാനിപ്പോൾ ഇന്ന് എന്താണോ അതെല്ലാം എനിക്ക് ICA തന്ന ഈ 2 അക്ഷരം കൊണ്ട് മാത്രമാണ്. എന്തൊക്കെ ചേഞ്ചസ് എൻ്റെ ലൈഫിൽ, എൻ്റെ ഫാമിലിയുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ, ഇതെല്ലാം ഇതുകൊണ്ട് മാത്രമാണ്. എനിക്കിപ്പോൾ എനിക്കിതുവരെ കിട്ടിയ എക്സ്പീരിയൻസ്, ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഞാനിപ്പോൾ എവിടെയാണോ നിൽക്കുന്നത്, ഈ ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ അക്കാഡമിക് ഹെഡ് ആയിക്കോട്ടെ, ഫേമിൽ എനിക്ക് കിട്ടുന്നൊരു സംഭവം ആയിക്കോട്ടെ, ബിസിനസ്സുകളിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നതായിക്കോട്ടെ, ഒരുപാട് ഫ്രണ്ട്സിന് ഞാൻ അഡ്വൈസ് ചെയ്യാൻ പറ്റുന്നതായിക്കോട്ടെ, ഇതെല്ലാം ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ആയിക്കോട്ടെ, എല്ലാം എനിക്ക് ഈ ഒരു 2 അക്ഷരം എൻ്റെ പേരിൻ്റെ മുമ്പിൽ വന്നതിന് ശേഷം കിട്ടിയ സംഭവമാണ്. ഇപ്പോൾ വീട്ടുകാർക്ക് ഇപ്പോൾ സാറ് പറഞ്ഞു അന്ന് അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണ ചിലപ്പോൾ ഉണ്ടാവണം നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നും. അപ്പം CA ഒക്കെ അതിന് ശേഷം വീട്ടുകാർക്കൊക്കെ ഇപ്പോൾ മോൻ CA ആണ് എന്നുള്ളത് അത് എത്രമാത്രം വലിയൊരു ക്വാളിഫിക്കേഷൻ ആണെന്നും മനസ്സിലാവുന്നൊരു പോയിന്റ് തൊട്ടിട്ടേ അതെങ്ങനെയായിരുന്നു? ഇപ്പം ഉമ്മാൻ്റെ അടുത്ത് അല്ലെങ്കിൽ പാരൻസിൻ്റെ അടുത്ത് ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഒരു കല്യാണ വീട്ടിൽ പോയിട്ട് പോകണം എന്താ ചെയ്യണം, CA ആണെന്ന് പറയുമ്പോൾ അതിന് ഡെപ്ത് അറിയുന്നൊരു പോയിന്റ് തൊട്ടിട്ട് അവർക്ക് ഉണ്ടാവുന്ന ഫീൽ ഉണ്ടല്ലോ. അങ്ങനത്തെ അനുഭവം ഉണ്ടോ സാറിന്? തുടക്കത്തിൽ ഇപ്പോൾ ഫൗണ്ടേഷൻ പാസ്സായപ്പോൾ തന്നെ അവർ CA പാസ്സായി എന്നുള്ള രീതിയിൽ ഒരു പ്രഷർ നമുക്ക് ആൾറെഡി ഇട്ടിട്ടുണ്ട്, നാട്ടിലാണെങ്കിലും റിലേറ്റീവ്സിൻ്റെ അടുത്താണെങ്കിലും ഒക്കെ. ഇപ്പോൾ കുറച്ചും കൂടെ ഇതായിരുന്നു. ഇപ്പോൾ വിചാരിച്ചിരുന്നത് കുറച്ചും കൂടെ പെട്ടെന്ന് ഇത് ചെയ്യുന്ന, അപ്പോൾ ഒരു അന്നൊക്കെ ഫയർ ആൻഡ് സേഫ്റ്റി എന്നൊക്കെ പറയുന്ന 2 months 3 months കൊണ്ടൊക്കെ നമുക്ക് എവിടെയെങ്കിലും ജോബിന് പോകാമെന്നൊക്കെ പറയുന്ന ഒരുപാട് കോഴ്സ്, അതെടുക്കാത്തതിനൊക്കെ ചെറിയ പ്രഷറൊക്കെ ഇപ്പം എൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തൊക്കെയായാലും അവർ ആ ഫൗണ്ടേഷൻ മുതൽ തന്നെ നമുക്കിതിലുള്ള ഒരു വിശ്വാസത്തിന് അതിനേക്കാളും അവർക്ക് നമ്മളിൽ വിശ്വാസം ഉണ്ടായിരുന്നു, നമ്മളെന്തായാലും തീർക്കുന്നുണ്ടായിരുന്നു. ഫാമിലി മാത്രമല്ല കേട്ടോ, ഫ്രണ്ട്സ് ആണെങ്കിലും, ഫ്രണ്ട്സിൻ്റെ കാര്യമൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ നാട്ടിലെന്ന് പറയുമ്പോൾ ഫുട്ബോൾ കളിക്കണം, സിനിമക്ക് പോവും, ഇതിനെല്ലാം നമുക്കൊരു കൂട്ടമുണ്ട്. അപ്പോൾ അവരൊക്കെ ആ സമയത്ത് വിളിക്കാതിരിക്കുമായിരുന്നു. ഇവനിതിന് പഠിക്കുവാണ്, അപ്പം ഞങ്ങളോ പഠിക്കുന്നില്ല, ഞങ്ങളോ കുറച്ച് ഇതിലാണ്, അവൻ പഠിക്കട്ടെ. കാരണം അവർ വിളിച്ചാൽ ചിലപ്പോൾ നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അവരെല്ലാവരും നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പരിപാടിയിൽ. പിന്നെ ഇത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് ഓക്കെ അപ്പോൾ എങ്ങനെയായിരുന്നു? കല്യാണാലോചന സമയത്ത് അവർ ഭയങ്കരമായിട്ട് എൻ്റെ മോൻ CA ആണ് എന്നുള്ള രീതിയിൽ നിൽക്കും. നമുക്ക് എന്തൊരു കോഴ്സാണെങ്കിൽ നമ്മൾ തീരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഏകദേശം അതിൻ്റെ ഫുൾ അറിയും, എങ്ങനെയാണിത്, എന്താണ് ഈ കോഴ്സ്. ഇപ്പോൾ ഡോക്ടറാണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും ഒക്കെ ഉണ്ടാവും. നമ്മളത് തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ആ ഒരു സ്ഥിതി ആയിരിക്കില്ല നമ്മളത് ക്ലിയർ ചെയ്യുമ്പോൾ ഉണ്ടാവുക. പക്ഷേ നമ്മുടെ പാരൻസും നമ്മുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ എന്തായിരിക്കും അതേ ഇതിൽ തന്നെ ആയിരിക്കും നിൽക്കുക. അത് ബാലൻസ് ചെയ്യാൻ ശരിക്കും കുറച്ച് പണി തന്നെ. വിചാരിക്കുന്ന പോലെയല്ല. എൻ്റെ ഫ്രണ്ട് ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്, അവൻ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. പണ്ടൊക്കെ നമ്മൾ വിചാരിച്ചു ഒപ്പിന് പൈസ എന്ന് പറഞ്ഞിട്ടാണല്ലോ എല്ലാവരും ഇതിന് വരിക.
അപ്പോൾ അത് പക്ഷേ ഏതൊരു ജോലിക്ക് അതിൻ്റെതായ കുറച്ച് കാര്യങ്ങൾ സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഏതോ ഒരു ദിവസം അവൻ കുറച്ച് ബിസിയാണ്. ആ സമയത്ത് നിങ്ങൾ ഇതിനത്ര കഷ്ടപ്പെടും, നിങ്ങൾക്ക് ഒപ്പിനല്ലേ പൈസ എന്ന് ചോദിക്കുമ്പോൾ അവനന്ന് ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു പേപ്പർ എടുത്തിട്ട് കുറേ ഒപ്പിട്ടിട്ട് കൊണ്ടാ എനിക്ക് പൈസ വേണ്ട, എനിക്ക് പൈസ വേണ്ട. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് പലപ്പോഴായിട്ടും മനസ്സിലായി വരാറുണ്ടായിരുന്നു. ഒരു ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ ജോലി ഭയങ്കര സ്ട്രഗിൾ ഇങ്ങനെ ആയിരിക്കുമോ? എങ്ങനെയാണ് സാറിൻ്റെ ഒരു ലൈഫ് ആസ് എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്? നമ്മുടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയം നമ്മുടെ ആർട്ടിക്കൽഷിപ്പ് ആയിരിക്കും. ആ സമയത്താണ് ശരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നുള്ളൂ. ആ സമയത്താണ് നമ്മൾ ബേസ് തൊട്ട് എല്ലാ ക്ലറിക്കൽ സാധനവും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. പിന്നെ അത്രയും നമുക്കില്ല. നമ്മളൊരു MBBS കുറിച്ച് തന്നെ ആലോചിച്ചത്. കാരണം എനിക്ക് തോന്നുന്നു അവരെ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് അവരുടെ ആ ഒരു ഹൗസ് ഏജൻസി ആ ഒരു സമയത്തായിരിക്കും. കാരണം പിന്നെ നമ്മളിത് ചെയ്യിപ്പിക്കുകയാണ്, പിന്നെ നമ്മളിത് ഓവർവ്യൂ ചെയ്യുകയാണ്. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇത് ചെയ്തിരിക്കണം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇത് ചെയ്തിരിക്കണം. അപ്പോൾ ആ ഒരു ഇത് നോക്കുമ്പോൾ ഭയങ്കര അങ്ങനെ ഒരു ഇതല്ല. ആ 3 വർഷം നമ്മൾ അതിനേക്കാളും കുറവാണ് പിന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്നുള്ളതാണ്. ഓക്കെ. സോ ഈ ഒരു കുറച്ച് നേരത്തെ സംസാരം കൊണ്ട് എനിക്കുണ്ടായിട്ടുള്ളൊരു വൺ ബെനിഫിറ്റ് ഞാൻ പറഞ്ഞാൽ, നമ്മൾ വെബിനാറിലൊക്കെ CA കുറിച്ച് തന്നെ ടെക്നിക്കൽ സൈഡ് എങ്ങനെയാണ് ഇത് പഠിക്കേണ്ടത്, ഇതിൻ്റെ പരീക്ഷകൾ എത്രയുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. എനിക്ക് ഓരോ ചാർട്ടേഡ് അക്കൗണ്ട്സിന് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ എനിക്ക് ആ കോഴ്സിനെ കുറച്ചും കൂടി അറിഞ്ഞു എന്നുള്ളൊരു ബോധം വരാറുണ്ട്. ഞാൻ അതിൽ നിന്ന് കുറച്ചും കൂടെ വളരെ ദൂരം ഇപ്പോൾ സഞ്ചരിച്ചിട്ടുണ്ട്, എനിക്ക് മനസ്സിലായി. താങ്ക് യു ഫോർ ദാറ്റ്. സാറിന് പറഞ്ഞ കാര്യങ്ങൾ ഡെഫിനറ്റ്ലി ഇത് വാച്ച് ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ, ഇപ്പോൾ ഒരു CA ആവാൻ ആസ്പയർ ആവുന്ന കുട്ടികൾക്ക് മോട്ടിവേറ്റഡ് ആവുന്ന കാര്യങ്ങൾ, അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതിനെങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. സോ ഇതിനെല്ലാത്തിനും വലിയ താങ്ക്സ് പറയാണ്. നമുക്ക് വീണ്ടും ഇതുപോലെ വേറൊരു ടോപ്പിക്കായിട്ട് വീണ്ടും മീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്.